പഴയ ചെട്ടിയന്മാരുടെ തറവാടുകള്, ചെട്ടിനാട്, പ്രത്യേക ശൈലിയുള്ള വീടുകളും. അപ്പൊ അതൊന്ന് കാണണം. അതിൽ തന്നെ ചിലതൊക്കെ രാജകീയ പ്രൗഢിയിലുള്ള വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവരിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് ഇവരുതായിട്ടുള്ളൊരു ടൈൽ നിർമ്മാണം ഉണ്ട്. ഒരു ആത്തൻകുടി ടൈൽസ് എന്ന് പറഞ്ഞാണ്ട് ഇതൊക്കെ അതിൽ പെട്ടതാണ്. വീടുകളൊക്കെ ഉണ്ടല്ലോ പഴയ പെരുമ അതേപോലെ തന്നെ നിൽക്കണേ. ഇത് പാത്തൻകുടിയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകളാണ്. ഇവര് ടൈല് നിർമ്മാണമൊക്കെ ഇപ്പം ഭയങ്കര പ്രത്യേകതയുള്ള ടൈൽ നിർമ്മാണമാണ്. അങ്ങനെ നമ്മളെപ്പോഴും കാണാനും അല്ലെങ്കിൽ എല്ലായിടത്തും കാണാനും ഒക്കെ കാണാൻ കഴിയാത്ത ഒരു ടൈപ്പ് ടൈൽ നിർമ്മാണമാണ് ഇവർക്ക്. இது கிளாஸ், இது 10 இன்ச் மோல்டு. இது வந்து அதோட அச்சு என்ன டிசைன் கேக்குறாங்களோ கஸ்டமர் அந்த அச்சு வச்சு ஸ்ப்ரெட் ஆகுது. கலர் ஸ்ப்ரெட் ஆகாது. കളറുള്ള സിമെന്റാ? ആമാ, സിമെന്റ്, റെഡ് ഓക്സൈഡ്, യെല്ലോ ഓക്സൈഡ്. അപ്പൊ ഇതിന് അതായത് ഒരു എത്ര വർഷം വരെ? ഇത് 30 வருஷம் 40 வருஷம் வரும். அதுக்கப்புறம் பாலிஷ் பண்ணிக்கலாம். பாலிஷ் பண்ணிக்கலாம். நடக்க பாலிஷ் ஆகும். ഇതല്ല ഇപ്പൊ ഇതിന്റെ മെയിൻ ലെയർ ഇതല്ലേ വരുന്നത്? കളർ വരുന്നത് കളർ வந்து அதுல ஒயிட் സിമെന്റ് പ്ലസ് ഇത് വേറെ വർക്ക്. ஒவ்வொரு ஆர்டர் ஃபினிஷ் பண்ணிட்டே போகும். ഇതിപ്പോ ഇതിന്റെ ലാസ്റ്റ് ടച്ച് ആണ് അല്ലേ? ആയി. இந்த கண்ணாடியில அந்த அச்சு அப்படியே இருக்கும் கலெக்டர் வரைக்கும். അതാ ഞാൻ നോക്കിയത്, സ്പ്രെഡ് ആയിട്ടില്ലല്ലേ ഈ കളർ. ഇനി ഇത് വെള്ളത്തിക്കല്ല, ഇതിപ്പോ ഉണങ്ങാൻ വെക്കുമായിരിക്കും അല്ലേ? ഡ്രൈ ആവാൻ വെക്കുമായിരിക്കും അണ്ണാ? ஆமா, இது ட்ரை ஆகணும். நாளைக்கு தான் தண்ணிக்குள்ள இருக்கும். ஆமா, இது கீழே தரைக்கு போயிடும். നേരെ വെയിലത്ത് വെച്ചാൽ മതി, ഒന്നും വേണ്ട. 30 വർഷത്തേക്കൊന്നും ആവാതെ ആകാതെ நல்லா நடக்க நல்லா பாலிஷா ഒരു പീസ്. ശരി. இது டைம் ஆகும் ஊத்துறதுக்குலாம். അതാണ് വേലക്ക് ടൈം. ஆமாம், வேலை அதிகம் ടൈം എടുത്ത് ചെയ്യുന്ന വേലയാണ്. ஆமாம், முன்னாடியே ஆர்டர் கொடுக்கணும். நீங்கள் வந்து ஒரு 1000 ஸ்கொயர் ஃபீட்னா 1 மாதம் ஆகும் நான் ஆர்டர் முடிக்க. அங்கே பதிக்கிறதுக்கு 4 அனுப்பிச்சுட்டு முடியுது. இந்த கண்ணாடி கிளாஸ்ல வந்து அந்த அச்சு அப்படியே இருக்கும். காமிக்கிறேன். எல்லாமே ரேஷியோ கணக்குல கரெக்டா போட்டா தான் அந்த கண்ணாடி ரிமூவ் ஆகும். கண்ணாடி வந்து கிளியர் இருக்கு. அந்த கண்ணாடி கிளியர் இருக்கு. ഇതിപ്പോ അല്ല മറ്റേ ഡിസൈൻ ആണ്, അതിന്റെ വേറൊരു കളർ ചേഞ്ച് അല്ലേ? നാളേക്കതാ? ஆமா, இது இன்னைக்கு வெளியில வச்சிருவோம். இந்த மாதிரி வச்சிருவோம். இந்த மாதிரி வச்சு மறுநாள் தண்ணிக்குள்ள. അത് ശരി. இது நேத்து அடிச்ச கல்லு இன்னைக்கு ക്യൂറിംഗ് ആയിട്ട് இருக்கு. എത്ര ദിവസം? 2 ദിവസം 3 ദിവസം? എത്ര ദിവസം വെക്കണം? 2 நாள் ക്യൂറിംഗ് ആകും. 2 നാൾ ക്യൂറിംഗ് ആയി വെളിയില 1 വാരം കായും. ഇതിപ്പം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസൈൻ അല്ലേ? ഇതൊക്കെ വേറെ ഡിസൈൻ ആണല്ലോ. അതൊക്കെ ഒരാൾക്കുള്ള ഓർഡറാ? അല്ല, കല്ല് റിമൂവ് பண்ணி കാണിക്കാം. ഇത് വേറെ ഡിസൈൻ അല്ല, ഇതൊക്കെ ഒരാൾക്കുള്ള ഓർഡറാ? ആമാ, ഇത് ഒരു ഓർഡർ. റിമൂവ് பண்ணதுக்கு எல்லாமே கிளாஸ் தான். ഇതിന്റെ മുകളിൽ പോളിഷ് കഴിഞ്ഞ് இதுக்கு மேல வந்து நாங்க பதிச்சிட்டு ഇത് നമ്മുടെ പണിക്കാർ പിന്നെ ഫിക്സ് ചെയ്താൽ ശരിയാവൂല. നിങ്ങൾ തന്നെ വരണം. ആൾ അടിച്ചുടും. നിങ്ങൾ തന്നെ വരണം. ആമാ. ഇത് പ്ലെയിൻ കളറാ? ആമാ. അത് വേറൊരു മോഡൽ അല്ലേ? ഇത് ഇതിന്റെ ബോർഡർ വരും അല്ലേ? ஆமா, சரி. பார்டர் இந்த டைல அந்த இங்கிலீஷ் பார்டர் இதான் ஸ்மோக் ஆப் பண்ணிட்டு இருக்கேன். ഇത് നമ്മുടെ കാവി അല്ലല്ലോ? കാവി ഇല്ലേ? കാവിയില്ല, റെഡ് ഓക്സൈഡ് ഉണ്ടല്ലോ നമ്മള് നിലത്ത് മാത്രം വരും, അതല്ലല്ലോ ഈ സാധനം. ഇതെന്താ പോളിഷ് അല്ലേ മേളിൽ വരുന്നത്? அதுக்கு மேல இதை பதிச்சுட்டு தவிடு போடுவாங்க. தவிடு போட்டு பாலிஷ் ஆகும். சரி. நல்லா தண்ணி ஊற்றி நடந்தாலும் வழுக்காது. கை கால் வலி, மூட்டு வலி எல்லாம் வராது. கல் கூலிங்கா இருக்கும். கிளைமேட்டுக்கு தகுந்த மாதிரி கல் வந்து. அப்ப பாத்ரூமுக்கு அந்த கொடுக்க? பாத்ரூமுக்கு போட முடியாது. பாத்ரூமுக்கு ஆமா, ஹால், ரூம், ஹால், கிச்சன், போர்ட்டிகோ, மற்ற இடத்துலாம் ஓப்பன் பிளேஸ்க்கு போட முடியாது. உள்ள மட்டும் தான் போட. இது ஒரு டிசைன். ഇത് അച്ഛന്മാരായിട്ട് ചെയ്യുന്നതാണ്. ഇത് വേറെ ഡിസൈൻ. ഇത് നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ ഒരു ഓർഡർ. ഇതിന്റെ കളറിന്റെ പേര് മയിൽ പച്ച.